നമസ്കാരം. മീഡിയ വിഷൻ വാർത്തകളിലേക്ക് സ്വാഗതം. പേരാമ്പ്ര ഗവൺമെന്റ് വെറ്റിനറി പോളിക്ലിനിക്കിൽ ഇടയ്ക്കിടെ കറണ്ട് പോകുന്നത് ആശുപത്രി ജീവനക്കാർക്കും ക്ലിനിക്കിൽ എത്തുന്നവർക്കും ഒരുപോലെ ദുരിതമാവുന്നതായി പരാതി. പേരാമ്പ്ര ബ്ലോക്ക് പഞ്ചായത്തിന് കീഴിലെ എല്ലാവിധ ആധുനിക സൗകര്യങ്ങളോടെ ആരംഭിച്ച പേരാമ്പ്ര ഗവൺമെന്റ് വെറ്റിനറി പോളിക്ലിനിക്കിൽ ഇടയ്ക്കിടെ കറണ്ട് പോകുന്നത് ആശുപത്രി ജീവനക്കാർക്കും മൃഗങ്ങളെയും കൊണ്ടുവരുന്നവർക്കും ഒരുപോലെ ദുരിതമാവുന്നതായി പരാതി. കഴിക്കാണ്ട് അതിരാവിലെ പോകുന്നതാണ് പലിശ്ശേരി നന്മണ്ട ഭാഗത്തുനിന്ന്. ഇതുവരെ ഇവർക്ക് വിവരം കൊടുത്തിട്ടുമില്ല. കാരണം കറണ്ട് ഉണ്ടാവില്ല എന്നുള്ളൊരു ഇൻഫർമേഷൻ കൊടുത്തിരുന്നെങ്കിൽ ഞങ്ങൾ ഇന്ന് വരില്ലായിരുന്നു. നാളെ വന്നാൽ മതിയെന്നല്ലോ, കറണ്ട് വന്നിട്ട് വന്നാൽ മതിയെന്നു. പക്ഷേ എന്ത് ചെയ്യാനോ, ഇത്ര വണ്ടി പുറത്തുനിന്ന് വിളിച്ചിട്ട് വരുന്നത്. 9 മണിക്ക് വന്ന് ഭാഗത്തേക്ക് ദൂരത്തുനിന്ന് വരിക, പാലിശ്ശേരി എന്ന സ്ഥലത്ത്. നിങ്ങളൊരു ഇൻഫർമേഷൻ കൊടുത്തിട്ടില്ല ഇവിടെ അവർ. സർജറി 9 മണിക്ക് വന്ന് ഭാഗത്തേക്ക് ഭക്ഷണം അതുകൊണ്ട് വിവരം പറയേണ്ട പരിപാടിക്ക്. ഒരു ദിവസം തന്നെ നിരവധി തവണയാണ് കറണ്ട് പോകുന്നത്. കഴിഞ്ഞ 4 ദിവസമായി ഇത് തുടരുന്നു. KSEB മുന്നറിയിപ്പ് നൽകാത്തതു കാരണം ദൂരെ സ്ഥലങ്ങളിൽ നിന്നു പോലും എത്തിയവരാണ് കഷ്ടപ്പെടുന്നതെന്ന് മൃഗങ്ങളുമായി എത്തിയവർ പറയുന്നു. സമീപത്തെ ബ്ലോക്ക് ഓഫീസിൽ എപ്പോഴും കറണ്ട് ലഭിക്കുന്നുണ്ട്. ലൈൻ മാറ്റി നൽകിയാൽ സർജറി അടക്കമുള്ള പ്രശ്നത്തിന് പരിഹാരം കാണാൻ കഴിയുമെന്ന് ഡോക്ടർ ലീന പറഞ്ഞു. പേരാമ്പ്ര വെറ്റിനറി പോളിക്ലിനിക്കിൽ ഈയിടെയായിട്ട് അധിക സമയവും ഒരു 8 മുതൽ 5 വരെയോ അല്ലെങ്കിൽ 9 മുതൽ 5 വരെ അൺഅനൗൺസ്ഡ് ആയിട്ട് നമുക്ക് ഫോണിൽ മെസ്സേജും വരുന്നില്ല. അങ്ങനെ കറണ്ട് പോകുന്നതുകൊണ്ട് ഇവിടെ വലിയ ബുദ്ധിമുട്ടാണ്. എന്താ വെച്ചാൽ ഇന്ന് 4ഉം 5ഉം സർജറിയൊക്കെ ഫിക്സ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പം ആൾക്കാർ ഒരുപാട് ദൂരത്തു നിന്നാണ് മൃഗങ്ങളെയും ആയിട്ട് വരുന്നത്. അപ്പോൾ ഈ സർജറിയൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റുന്നില്ല കറണ്ട് ഇല്ലാത്തതുകൊണ്ട്. പിന്നെ ലാബ് ഉണ്ട് ഇവിടെ. ലാബിൽ നമ്മൾ ഓരോന്ന് ബ്ലഡ് സാമ്പിളൊക്കെ കളക്ട് ചെയ്തിട്ട് ആണല്ലോ നമ്മൾ സർജറിയൊക്കെ അതും ചെയ്യാൻ പറ്റുന്നില്ല. പിന്നെ ഇവിടെ ഒരുപാട് വാക്സിൻസും ഒക്കെ ഉണ്ട്. അപ്പോൾ ഈ കറണ്ട് പോകുന്നതുകൊണ്ട് ഇൻവെർട്ടർ ഉണ്ട്, അതിൻ്റെയും ചാർജ് ഈ ഒരു വലിയ പീരീഡ് ആയതുകൊണ്ട് ഒരുപാട് റൂമും ഒക്കെ ഉള്ളതുകൊണ്ട് ഫാനും ലൈറ്റും ഒരുപാട് യൂസ് ചെയ്യുന്നതുകൊണ്ട് ഇൻവെർട്ടറും ചാർജ് പോവുകയാണ്. അപ്പം ഇത് ശരിക്കും പറഞ്ഞാൽ ഒരു 10, 50, 60 OP രാവിലത്തെ ഷിഫ്റ്റിൽ തന്നെ ഉണ്ടാവും. അത് കാരണം ആൾക്കാർക്കും വലിയ ബുദ്ധിമുട്ടാണ്. അപ്പം ഇതിനൊരു പരിഹാരം ഉണ്ടാവണമെന്ന് സിൻസിയറായിട്ട് റിക്വസ്റ്റ് ചെയ്യാണ്. നിരവധി തവണ അധികൃതരെ അറിയിച്ചെങ്കിലും യാതൊരു നടപടിയും ഇതുവരെ സ്വീകരിച്ചില്ല. 24 മണിക്കൂറും പ്രവർത്തിക്കേണ്ട ഉപകരണങ്ങൾക്കും കറണ്ട് അത്യാവശ്യമാണ്. ന്യൂസ് ബ്യൂറോ, മീഡിയ വിഷൻ.